സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ദേവി മാഹാത്മ്യം ഉത്തമചരിതം 5-ാം അധ്യായം. ദേവി സൂക്തമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ശുംഭനിശുംഭന്മാർ ദേവലോകം കൈയടക്കിയിട്ട് ദേവേന്ദ്രൻ ഉൾപ്പെടെയുള്ള എല്ലാ ദേവന്മാരെയും ദേവലോകത്ത് നിന്നും പുറത്താക്കിയപ്പോൾ ഈ ഒരു ആപത്ഘട്ടത്തിൽ തങ്ങളെ സഹായിക്കാൻ ആ ദേവിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ദേവന്മാരെല്ലാവരും കൂടി ദേവിയെ സ്തുതിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ദേവി സൂക്തം എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. യാ ദേവി സർവഭൂതേഷു വിഷ്ണുമായേതി ശബ്ദിത, വിഷ്ണുമായ ഇതി ശബ്ദിത. നമസ്തസ്യേ 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 നമോ നമഃ. യാ ദേവി, ഏതൊരു ദേവിയാണോ, സർവഭൂതേഷു സർവചരാചരങ്ങളുടെ ഉള്ളിലും, വിഷ്ണുമായ, വിഷ്ണുമായ എന്ന് വെച്ചാൽ വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന മായാശക്തി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്, ശബ്ദിത സ്ഥിതി ചെയ്യുന്നത് ആ ദേവിക്കായി നമസ്തസ്യേ നമസ്തസ്യേ, തസ്യേ എന്ന് വെച്ചാൽ ആ ദേവിക്കായി നമസ്കാരം നമസ്കാരം, അനേകമനേകം നമസ്കാരം. ഏതൊരു ദേവിയാണോ സർവചരാചരങ്ങളുടെ ഉള്ളിലും മായാശക്തി, വിഷ്ണുമായ എന്ന് വെച്ചാൽ വിഷ്ണു എന്ന വാക്കിനർത്ഥം വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നവൻ. അപ്പോൾ ആ വിഷ്ണുമായ രൂപത്തിൽ, മായാശക്തി രൂപത്തിൽ സർവചരാചരങ്ങളുടെ ഉള്ളിലും വ്യാപിച്ചിരിക്കുന്ന, ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് ഏതൊരു ശക്തിയാണോ, ഏതൊരു ദേവിയാണോ, ആ ദേവിക്കായി അനേകമനേകം നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ചേതന ഇതി അഭിധീയതേ നമസ്തസ്യേ 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 നമോ നമഃ. ഏതൊരു ദേവിയാണോ, യാ ദേവി എന്ന് വെച്ചാൽ ഏതൊരു ദേവിയാണോ സർവഭൂതേഷു സർവചരാചരങ്ങളുടെ ഉള്ളിലും ചേതന ബോധരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് ആ ദേവിക്കായി നമസ്കാരം നമസ്കാരം നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ഏതൊരു ദേവിയാണോ സർവചരാചരങ്ങളിലും സർവഭൂതങ്ങളിലും ബുദ്ധി അന്ധകരണ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് ആ ദേവിക്കായി നമസ്കാരം നമസ്കാരം നമസ്കാരം. യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ഏതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും സർവചരാചരങ്ങളുടെയും ഉള്ളിൽ നിദ്രാരൂപേണ, നിദ്ര എന്ന് വെച്ചാൽ ഉറക്കം, നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കാതിരിക്കുന്ന അവസ്ഥ, അതാണ് ഉറക്കം, നിദ്ര. ആ നിദ്രാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം നമസ്കാരം നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ക്ഷുധാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ഏതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും ക്ഷുധ എന്ന് വെച്ചാൽ വിശപ്പ് എന്നർത്ഥം, ഭക്ഷണം കഴിക്കണമെന്ന ആഗ്രഹം, ആ ഒരു തോന്നൽ, വിശപ്പായിട്ട് ആ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് ആ ദേവിക്ക് നമസ്കാരം നമസ്കാരം, അനേകം കോടി നമസ്കാരം. അപ്പൊ സർവചരാചരങ്ങളുടെ ഉള്ളിലും നമ്മുടെയൊക്കെ ഉള്ളില് വിശപ്പിനെ ഉണ്ടാക്കുന്നത്, നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നത് വിശപ്പ് വരുമ്പോഴാണ്. അപ്പൊ ആ വിശപ്പിനെ ഉണ്ടാക്കുന്നതും ആ ദേവിയാണ്. തൊട്ട് മുന്നത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, നമ്മളൊക്കെ ഉറങ്ങുന്നത്, നമ്മുടെയൊക്കെ ഉള്ളിൽ ആ ഉറക്കമായിട്ട് ഇരിക്കുന്നത് ദേവിയാണ്. ഉറക്കം വന്ന് കണ്ണടഞ്ഞു പോകുമ്പോൾ ആ ഉറക്കം കൃത്യസമയത്ത് ഉണ്ടാക്കുന്നതും ആ ദേവിയാണ്. നമ്മുടെയൊക്കെ ഉള്ളിൽ ബുദ്ധിയായിരിക്കുന്നത്, അതായത് തീരുമാനമെടുക്കേണ്ട സമയത്ത് തീരുമാനിക്കാനുള്ള ബുദ്ധിയായിരിക്കുന്നതും ആ ദേവിയാണ്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും അറിവായിരിക്കുന്നത് ആ ദേവിയാണ്. ഇനി സർവചരാചരങ്ങളുമായി വ്യാപിച്ചു നിൽക്കുന്നതും അതേ ദേവി തന്നെ എന്നാണ് ഇവിടെ ഈ ശ്ലോകങ്ങളിലൊക്കെയായിട്ട് പറയുന്നത്. യാ ദേവി സർവഭൂതേഷു ഛായാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ.
ഏതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും ഛായ, നിഴൽ അല്ലെങ്കിൽ പ്രതിബിംബ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്, ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം, നമസ്കാരം, നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. ഏതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും സർവചരാചരങ്ങളിലും ശക്തിയായി ഇരിക്കുന്നത്, പ്രവർത്തിക്കുവാനുള്ള കഴിവ് അഥവാ ശക്തി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്, ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം, നമസ്കാരം, നമസ്കാരം. യാ ദേവി സർവഭൂതേഷു തൃഷ്ണാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. ഏതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും തൃഷ്ണ എന്ന് വെച്ചാൽ ഭൗതികമായ ആസക്തി, ആ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്, ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം, നമസ്കാരം, നമസ്കാരം. ഇവിടെ ദേവി തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഓരോ ആഗ്രഹങ്ങളെ, ഭൗതികമായ ആഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നത്. ആ മായാദേവിയാണ്, അവിദ്യയാകുന്ന ദേവിയാണ്, ആ മായയാണ് അതുണ്ടാക്കുന്നത്. ആ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്കും നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ക്ഷാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. ഏതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും ക്ഷാന്തി എന്ന് വെച്ചാൽ ക്ഷമാശീലം, ക്ഷമാശീല രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്, ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം, നമസ്കാരം, നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ജാതിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. ഏതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും ജാതി എന്ന് വെച്ചാൽ സമാനമായ ധർമ്മം, മനുഷ്യരിൽ മനുഷ്യന്റെ ധർമ്മം, മൃഗങ്ങളിൽ മൃഗീയത, മനുഷ്യരിൽ മനുഷ്യത്വം, മൃഗങ്ങളിൽ മൃഗീയത മുതലായ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്, ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം, നമസ്കാരം, നമസ്കാരം. ഇവിടെ ജാതി എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ജാതി മതം ആ രൂപത്തിലല്ല. ഇന്ന ഓരോ ജാതി, ഇപ്പൊ മൃഗങ്ങള്, മനുഷ്യര്, പക്ഷികള്, മത്സ്യങ്ങൾ, അങ്ങനെ ഓരോ ജാതികളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മനുഷ്യരിൽ മനുഷ്യത്വ രൂപത്തിലും മൃഗങ്ങളിൽ മൃഗീയതയുടെ രൂപത്തിലും സ്ഥിതി ചെയ്യുന്നത് ആ ദേവി തന്നെ. അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ലജാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. ഏതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും ലജ്ജ എന്ന് വെച്ചാൽ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള തോന്നൽ, അതായത് ഒരു തെറ്റായ ഒരു കർമ്മം ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് ആരോ വേണോ, അത് വേണ്ട വേണ്ട എന്ന് നമ്മളെ തോന്നിപ്പിക്കാറുണ്ട്. അതിനെയാണ് ലജ്ജ. അത് ചെയ്യണ്ട എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നു. അങ്ങനെ തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലജ്ജ, അത് ചെയ്യരുത് എന്നുള്ളൊരു തോന്നൽ, ആ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതും ദേവി തന്നെയാണ്. ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം, നമസ്കാരം, നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. ഏതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും ശാന്തി, കാമക്രോധാദികൾ ഉണരാത്ത അവസ്ഥ, അതാണ് ശാന്തി എന്ന് പറയുന്നത്, ആ ശാന്തി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്, ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം, നമസ്കാരം, നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ശ്രദ്ധാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. ഏതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും ശ്രദ്ധ, ശ്രദ്ധ എന്ന് വെച്ചാൽ വേദങ്ങളിൽ പറയുന്നതനുസരിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള നിഷ്ഠ, അല്ലെങ്കിൽ അങ്ങനെ അനുഷ്ഠിക്കുന്നതിലുള്ള ശ്രദ്ധ, വേദങ്ങളിൽ പറയുന്ന തത്വത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി അതിൽ ദൃഢമായി വിശ്വസിച്ച് അതിൽ പറയുന്നതനുസരിച്ച്, അതായത് പുരുഷാർത്ഥങ്ങൾ അനുസരിച്ച് ധർമ്മം, അർത്ഥം, കാമ, മോക്ഷമാകുന്ന പുരുഷാർത്ഥങ്ങളിലൂടെ ജീവിക്കാൻ, കർമ്മം ചെയ്ത് ജീവിക്കുന്നതിലുള്ള ശ്രദ്ധ, നിഷ്ഠ, ആ രൂപത്തിൽ നമ്മുടെയൊക്കെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത് ആ ദേവിയാണ്. ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം, നമസ്കാരം, നമസ്കാരം. യാ ദേവി സർവഭൂതേഷു കാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. ഏതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും കാന്തി, അതായത് ശോഭാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്, ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം, നമസ്കാരം, നമസ്കാരം.
യാ ദേവി സർവഭൂതേഷു ലക്ഷ്മീരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ഏതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും ലക്ഷ്മി എന്ന് വെച്ചാൽ ഐശ്വര്യ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്, ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം നമസ്കാരം നമസ്കാരം. അപ്പോൾ ദേവിയാണ് ഐശ്വര്യമായി നമ്മളിൽ സ്ഥിതി ചെയ്യുന്നത്. നമ്മളെല്ലാവരും അനുഭവിക്കുന്ന സമ്പൽ സമൃദ്ധി സർവ ഐശ്വര്യങ്ങളും നമ്മൾ അനുഭവിക്കുന്നത് ആ ഐശ്വര്യ രൂപത്തിൽ നമ്മളിൽ സ്ഥിതി ചെയ്യുന്നതും ആ ദേവി തന്നെ. ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം നമസ്കാരം നമസ്കാരം. യാ ദേവി സർവഭൂതേഷു വൃത്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ഏതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും വൃത്തി എന്ന് വെച്ചാൽ ജോലി ചെയ്യാനുള്ള കഴിവ്, തൊഴിൽ ചെയ്യാൻ, കർമ്മം ചെയ്യാനുള്ള കഴിവ് ആ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്, ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം നമസ്കാരം നമസ്കാരം. യാ ദേവി സർവഭൂതേഷു സ്മൃതിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ഏതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും ഓർമ്മശക്തി, സ്മൃതി എന്നാൽ ഓർമ്മശക്തി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്, ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം നമസ്കാരം നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ദയാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ഏതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും കാരുണ്യ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്, ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം നമസ്കാരം നമസ്കാരം. യാ ദേവി സർവഭൂതേഷു തുഷ്ടിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ഏതൊരു ദേവിയാണോ സർവചരാചരങ്ങളുടെ ഉള്ളിലും തുഷ്ടി എന്ന് വെച്ചാൽ സംതൃപ്തി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്, ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം നമസ്കാരം നമസ്കാരം. നമ്മളൊക്കെ അനുഭവിക്കുന്ന സംതൃപ്തി എന്ന് പറയുന്ന അവസ്ഥ, അതും ദേവി തന്നെ. നമ്മുടെ ഉള്ളിലുള്ള ദയ, കാരുണ്യ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതും ദേവി തന്നെ. ഓർമ്മശക്തിയായിരിക്കുന്നതും ദേവി തന്നെ. ജോലി ചെയ്യാനുള്ള കഴിവായിരിക്കുന്നതും ദേവി തന്നെ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ഏതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും മാതൃ എന്ന് വെച്ചാൽ മാതൃത്വ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്, ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം നമസ്കാരം നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ഭ്രാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ഏതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും ഭ്രാന്തി എന്ന് വെച്ചാൽ തെറ്റായി മനസ്സിലാക്കുന്നത്, ആ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്, ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം നമസ്കാരം നമസ്കാരം. ശരിയായി മനസ്സിലാക്കാനുള്ള അറിവില്ലാതെ ആ ഒരു മനസ്സിന്റെ സമനില തെറ്റുന്നൊരവസ്ഥ, അപ്പൊ എന്ത് കേട്ടാലും തെറ്റായി മനസ്സിലാക്കുക എന്ന് പറയല്ലോ, ആ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതും ആ ദേവി തന്നെ, മായാദേവി തന്നെ. ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം നമസ്കാരം നമസ്കാരം. ഇന്ദ്രിയാണാം അധിഷ്ഠാത്രി ഭൂതാനാം അഖിലേഷു യാ ഭൂതേഷു സതതം തസ്യൈ വ്യാപ്തൈ ദേവ്യൈ നമോ നമഃ. എല്ലാ ജീവജാലങ്ങളുടെയും ഇന്ദ്രിയാണാം, കർമ്മേന്ദ്രിയങ്ങൾക്കും ജ്ഞാനേന്ദ്രിയങ്ങൾക്കും ഒപ്പം മനസ്സിനും. നമുക്ക് 11 ഇന്ദ്രിയങ്ങളാണെന്നാണ് പറയുന്നത്. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ അഥവാ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയും, 5 കർമ്മേന്ദ്രിയങ്ങൾ. അപ്പോൾ 5 5 10, 11ാമത്തെ മനസ്സ്. അങ്ങനെ ഈ 11 ഇന്ദ്രിയങ്ങളും അതുപോലെ തന്നെ ഭൂതാനാം എന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങൾക്കും അഖിലേഷു എല്ലായിടത്തും ഈ പഞ്ചഭൂതങ്ങൾ തന്നെയാണ്. ഈ ശരീരം ഉണ്ടാകുന്നത് പഞ്ചഭൂതങ്ങളിൽ നിന്നുമാണ്. ആ പഞ്ചഭൂതങ്ങൾക്കും അതുപോലെ ആ ശരീരത്തിലെ കർമ്മേന്ദ്രിയങ്ങൾക്കും ജ്ഞാനേന്ദ്രിയത്തിനും മനസ്സിനും ഒക്കെ അധിഷ്ഠാത്രി എന്ന് വെച്ചാൽ അധിഷ്ഠാനമായിരിക്കുന്ന ആ ദേവി ഭൂതേഷു സതതം തസ്യൈ, അതായത് എല്ലായ്പ്പോഴും ആ ദേവി വ്യാപ്തൈ, എല്ലാ സ്ഥലത്തും വ്യാപിച്ചിട്ടുള്ളവളുമായ ശക്തിരൂപിണിയായ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. സതതം വ്യാപ്തൈ, എല്ലാ സർവചരാചരങ്ങളിലും എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്ന
മനുഷ്യന്റെ ശരീരമുണ്ടാകാൻ, മനുഷ്യന്റെ മാത്രമല്ല ജീവസത്തകളുടെയും ശരീരമുണ്ടാകാൻ കാരണമായ പഞ്ചഭൂതങ്ങളിലും പഞ്ചേന്ദ്രിയങ്ങളിലും കർമ്മേന്ദ്രിയങ്ങളിലും മനസ്സിലും എല്ലാത്തിനും അധിഷ്ഠാനമായി എല്ലാ സ്ഥലത്തും വ്യാപിച്ചു നിൽക്കുന്നവളായ ശക്തിരൂപിണിയായ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ചിതിരൂപേണ യാ കൃഷ്ണം ഏതദ് വ്യാപ്യ സ്ഥിതാ ജഗത് നമസ്തസ്യൈ 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 നമോ നമഃ. യാ ഏതൊരു ദേവിയാണോ കൃഷ്ണം ഏതദ് വ്യാപ്യ ജഗത്ത് സ്ഥിതാ ജഗത് എന്ന് വെച്ചാൽ ഈ ജഗത്ത് മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നത് ചിതിരൂപേണ, അതായത് ജീവചൈതന്യ രൂപത്തിൽ ഏതൊരു ദേവിയാണോ ഈ ജഗത്ത് മുഴുവനും വ്യാപിച്ചു നിൽക്കുന്നത്, അങ്ങനെ നിൽക്കുന്ന ആ ശക്തിയായ ദേവിക്ക് നമസ്കാരം നമസ്കാരം നമസ്കാരം. അപ്പോൾ ഈ ജഗത്ത് മുഴുവനും പരമബോധമായിട്ട് ഒരു ജീവചൈതന്യ രൂപത്തിൽ വ്യാപിച്ചു നിൽക്കുന്ന ആ ദേവിക്ക് നമസ്കാരം നമസ്കാരം നമസ്കാരം. സ്തുതാ സുരൈഹി പൂർവം അഭിഷ്ട സംശ്രയാത് തഥാ സുരേന്ദ്രേണ ദിനേഷു സേവിത കരോതു സാ നഹ ശുഭഹേതുഹു ഈശ്വരി ശുഭാനി ഭദ്രാണി അഭിഹന്തും ച ആപദഃ. പൂർവം പണ്ട് സുരൈഹി ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടവളും, ഇനി തഥാ അതുപോലെ സുരേന്ദ്രേണ അതായത് ദേവേന്ദ്രനാൽ അഭിഷ്ട സംശ്രയാത് അഭിഷ്ടകാര്യസാധ്യം നേടുന്നതിനായി ദിനേഷു സേവിത ദിവസവും സേവിക്കപ്പെട്ടവളും, അതുപോലെ ശുഭഹേതുഹു എല്ലാ മംഗളങ്ങൾക്കും ശുഭത്തിനും കാരണഭൂതയായിരിക്കുന്ന സാ ഈശ്വരി ആ ദേവി നഹ ഞങ്ങൾക്കും ശുഭാനി സർവശുഭങ്ങളെയും ഭദ്രാണി എല്ലാ മംഗളങ്ങളെയും കരോതു നൽകിയാലും ആപതഃ എല്ലാ ആപത്തുകളിൽ നിന്നും ച അഭിഹന്തും ഞങ്ങളെ രക്ഷിച്ചാലും. അപ്പോൾ ബ്രഹ്മാദികളാൽ പണ്ട് സ്തുതിക്കപ്പെട്ടവളും അഭിഷ്ടകാര്യ സാധ്യം നിമിത്തം ദേവേന്ദ്രനാൽ ദിവസവും സേവിക്കപ്പെട്ടവളും, അതുപോലെ എല്ലാ മംഗളങ്ങൾക്കും കാരണഭൂതയായ ദേവി ഞങ്ങൾക്ക് സർവമംഗളങ്ങളും സർവ ഐശ്വര്യങ്ങളും നൽകിയാലും എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചാലും. യാ സാമ്പ്രതം ച ഉദ്ധത ദൈത്യതാപിതൈഹി അസ്മാഭിഹി ഈശാ ച സുരൈഹി നമസ്യതേ യാ ച സ്മൃതാ തക്ഷണം ഏവ ഹന്തി നഃ സർവ ആപദോ ഭക്തി വിനമ്രമൂർത്തിഭിഹി. യാ ഏതൊരു ദേവിയാണോ സാമ്പ്രതം അതായത് ഇപ്പോഴും ച ഉദ്ധത ദൈത്യതാപിതൈഹി അതായത് അഹങ്കാരികളായ അസുരന്മാരാൽ തപിപ്പിക്കപ്പെട്ട അസ്മാഭിഹി സുരൈഹി ഞങ്ങൾ ഈ ദേവന്മാരായ ഞങ്ങളാൽ ഈശ ആ ദേവി നമസ്യതേ അതായത് ഞങ്ങളാൽ ഭക്തി കൊണ്ട് വിനീതരായി നമസ്കരിക്കപ്പെടുന്നവളുമാണ് ആ ദേവി. അപ്പോ ഏതൊരു ദേവിയാണോ യാ ഈശ ഏതൊരു ദേവിയാണോ ഇപ്പോഴും അസുരന്മാരാൽ ദുഃഖിക്കുന്ന അസുരന്മാരുടെ അഹങ്കാരത്താൽ അവരുടെ ആക്രമണത്തിൽപ്പെട്ട് ദുഃഖിക്കുന്ന ഞങ്ങളെ പോലെയുള്ള ദേവന്മാർ ഇപ്പോഴും ഭക്തി കൊണ്ട് വിനീതരായി നമസ്കരിക്കുന്ന ആ ദേവി, അതോടൊപ്പം ഭക്തി വിനമ്ര മൂർത്തിഭിഹി അതായത് ഭക്തി കൊണ്ട് വിനീതരായി ദേവിയെ ഞങ്ങൾ നമസ്കരിക്കുമ്പോഴും തക്ഷണമേവ അപ്പോൾ തന്നെ ഞങ്ങൾ അനുഭവിക്കുന്ന സർവ ആപദഃ എല്ലാ ദുഃഖങ്ങളെയും ഹന്തി ദേവി നശിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഈശ്വരി ആ ദേവി ഞങ്ങൾക്ക് സർവസുഖങ്ങളെയും മംഗളങ്ങളെയും നൽകിയാലും എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ
രക്ഷിച്ചാലും ആ ദേവിയെയാണ് ഞങ്ങൾ സദാ സ്മരിക്കുന്നത് എന്ന് ദേവന്മാർ പറയുകയാണ്. അപ്പോൾ അസുരന്മാരാൽ ദുഃഖിക്കുമ്പോഴൊക്കെ ഞങ്ങൾ ദേവന്മാർ എപ്പോഴും ദേവിയെ സ്മരിക്കുന്നു, ദേവിയെ നമസ്കരിക്കുന്നു. അങ്ങനെ ഭക്തി കൊണ്ട് വിനീതരായി ശിരസ് കുനിച്ച് ദേവിയെ നമസ്കരിച്ച് അതോടൊപ്പം സ്മരിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ. ആ നിമിഷം ക്ഷണത്തിൽ തന്നെ ദേവി ഞങ്ങളുടെ സകല ആപത്തുകളെയും നശിപ്പിച്ചു കളയുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ദേവി ഞങ്ങൾക്ക് സർവമംഗളങ്ങളും നൽകിയാലും ഞങ്ങളെ സർവ ആപത്തുകളിൽ നിന്നും രക്ഷിച്ചാലും എന്ന് ദേവന്മാർ ദേവിയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇതോടെ ദേവീ സൂക്തം ഇവിടെ സമാപിക്കുന്നു.